നിങ്ങൾക്ക് അറിയാമായിരിക്കും എനിക്കിങ്ങനെ ഇമ്മണിക്ക് കുഞ്ഞി സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത്, കിടക്കിടക്ക് സാധനങ്ങൾ. അങ്ങനെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്ന ഒരു വിയേർഡ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ഈ ഒരു സ്കിൻ ഡിറ്റക്ടർ എന്ന് പറഞ്ഞാൽ. ഇതെന്താ വെച്ചാൽ നമ്മുടെ സ്കിന്നിലുള്ള ഓയിൽ മോയ്സ്ചർ ബാലൻസ് അറിയാനായിട്ട് പറ്റും. ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഞാൻ ഇപ്പോൾ വിചാരിച്ചു ഇന്ന് നമുക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള 2 മോയ്സ്ചറൈസർ എങ്ങനെയുണ്ട് നോക്കാന്ന്. ഫസ്റ്റ് വേണ്ടി ഒരു ഡോക്ടർ ഷെത്തിന്റെ മോയ്സ്ചറൈസർ. ഇതിന്റെ എത്ര ട്യൂബ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് ഒരു ഐഡിയ ഇല്ലാത്തൊരു പ്രോഡക്റ്റ് ആണ്. പിന്നെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഈ പോൺസിന്റെ മോയ്സ്ചറൈസർ. ഞാൻ പണ്ട് യൂസ് ചെയ്യാറുണ്ട്, ഇപ്പൊ പക്ഷെ അത്ര കണ്ട് യൂസ് ചെയ്യാറില്ല. ഇപ്പോൾ എൻ്റെ ഫേസ് ഞാൻ ഒന്നും ഇട്ടിട്ടില്ല, മോയ്സ്ചറൈസർ ഇട്ടിട്ടില്ല. രാവിലെ ജസ്റ്റ് മുഖം ഒന്ന് കഴുകിയിട്ട് മാത്രമേ ഉള്ളൂ. എങ്ങനെയുണ്ടെന്നുള്ളത് പക്ഷേ എങ്ങനെയാണ് എൻ്റെ സ്കിന്നിൻ്റെ കണ്ടീഷൻ എന്ന് നോക്കാം. മിക്കവാറും ഓയിൽ കൂടുതലായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കണത്. എന്താണ് ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ റെഡ് 20% മോയ്സ്ചറും 30% ഓയിലുമാണ് ഉള്ളത്. ഓക്കെ, അപ്പം നമുക്ക് 2 സൈഡിലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഞാൻ എൻ്റെ ഇപ്പുറ സൈഡിൽ ഈ മോയ്സ്ചറൈസറും ഇപ്പുറ സൈഡിൽ പോൺസിൻ്റെ മോയ്സ്ചറൈസറും ആണ് കേട്ടോ യൂസ് ചെയ്യാൻ പോണത്. ഇതിനകത്ത് എന്തോരം ഓയിലും എന്തോരം വാട്ടർ ഉണ്ടെന്ന് നോക്കാം. ഇതിൽ കൂടുതലും മോയ്സ്ചറാണ് വരേണ്ടത്, കാരണം ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ എന്നാണല്ലോ എഴുതിയിരിക്കണേ. അപ്പോൾ ഓയിൽ ഫ്രീ ആവേണ്ടതാണ്. എന്തായാലും നോക്കാം. പിന്നെ എപ്പോഴും മോയ്സ്ചറൈസർ ഇടുമ്പോൾ ഇത്തിരി വെറ്റായിട്ടുള്ള മുഖത്തിടുന്നതാണ് നല്ലത്. ഞാൻ പക്ഷേ ഇതെങ്ങനെ ഉണ്ടെന്ന് അറിയാൻ ഡ്രൈ ആയിട്ടുള്ള മുഖത്തിടുവാണ് കേട്ടോ. ഇനി നമുക്ക് ഇപ്പുറത്ത് ഈ ഒരു ജെൽ മോയ്സ്ചറൈസർ ഇടാം. ഇതിനകത്തും വാട്ടറാണ് കൂടുതൽ വേണ്ടത്, കാരണം ഇതും ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ ആണല്ലോ. സൂപ്പർ ലൈറ്റ് ജെൽ എന്ന് പറഞ്ഞാൽ തന്നെ വാട്ടറാണ് വേണ്ടത്. നമുക്കിതിൽ 2 ഏതിലാണ് വാട്ടർ കൂടുതലെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് വെച്ച് നോക്കാം കേട്ടോ. ഒരു പി കേൾക്കുമ്പോഴാണ് വെക്കണ്ടേ പി കേട്ട്. $47 മോയ്സ്ചറും 32 ഓയിലും ആണ് കേട്ടോ ഈ സൈഡിൽ കാണിക്കണം. ഇനി നമുക്ക് ഇപ്പുറത്ത് നോക്കാവേ. ഓക്കെ, നമുക്ക് ഇപ്പുറത്ത് വെക്കാവേ. പോൺസ് നമ്മളെ ചതിക്കായിരുന്നു എത്ര നാളും. 13% മോയ്സ്ചർ ഉള്ളൂ, 20% ഓയിലാണ്. അപ്പൊ ഇതിനകത്ത് ഇതപ്പം ഇച്ചിരി സ്റ്റിക്കി ആയിട്ടുള്ളതാണ്. തൊടുമ്പോഴേക്കും പക്ഷെ വലിയ വ്യത്യാസം അറിയണ്ടോ. ഈ സൈഡ് ഭയങ്കര ഇങ്ങനെ മാറ്റ് ആയിട്ടുണ്ട്, ഈ സൈഡ് ഇങ്ങനെ ഇത്തിരി കൂടെ ഒരു പ്ലംബി, ഇച്ചിരി കൂടെ എന്താ പറയുക മോയ്സ്ചറൈസ്ഡ് ആയിട്ടുള്ള പോലെ ഉണ്ട്. ഒന്നും കൂടി ഇപ്പുറത്ത് നോക്കാം കേട്ടോ. പീന്ന് കേൾക്കുമ്പോഴാണ് വെക്കേണ്ടത്, ഇപ്പോഴാണ് ഒന്നും പീ കേട്ടത്. ഓടാ, നമ്മൾ ഇത്ര നാൾ ഇട്ടോണ്ടിരുന്നത് അപ്പൊ അത്ര കണ്ട് മോയ്സ്ചറൈസിങ് അല്ല. ഓക്കെ, ഇതൊരു ഫൺ എക്സ്പെരിമെന്റ് ആയിട്ട് കണ്ടാൽ മതി കേട്ടോ. എനിക്ക് എന്തായാലും ഇത് തന്നെയാണ് കൂടുതൽ ഇഷ്ടം. ഇതും ഓക്കെയാണ്, പക്ഷെ മോയ്സ്ചർ വൈസ് ഓഫ് കോഴ്സ് അപ്പൊ ഇതാണ് കുറച്ചും കൂടി നല്ലത്. ഇതേപോലെ വേറെ ഏതെങ്കിലും മോയ്സ്ചറൈസറിന്റെ എങ്ങനെ ടെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് കമന്റ് സെക്ഷനിൽ പറയണേ. ഓക്കെ,